അവള് വൈൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിന് കേക്കും വൈനും കൊടുത്തില്ലല്ലോ? ഇല്ല, കൊടുത്തില്ല. എവിടെ? ഹലോ, ഇത്ര നേരെ ദേ ഇവിടെ പ്രത്യേകം ഉണ്ടാക്കിയ വൈനാ. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? കുടിക്കല്ലേ? പിന്നെന്താ? Come on. ഓ വൈൻ തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. ഓ, അതിപ്പോ മാറിക്കോളൂ. എന്റെ അനുജൻ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ ഈ മോതിരം. ക്ലബിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഈ മാതിരി പാറ്റേൺ നമ്മുടെ ഇവിടെ ഒന്നും കിട്ടില്ല. ഈ കല്ലിന് ഭയങ്കര വിലയാ. എല്ലാം കൂടി 1 ലക്ഷം രൂപ അടുത്ത് വരും. മായ പലരെയും ബെറ്റ് വെച്ച് തോൽപ്പിക്കാറുണ്ടെന്ന് കേട്ടല്ലോ. അതെ, ബെറ്റ് വല്ലതും വെക്കണോ? ശരി, നമുക്ക് ഏതായാലും ഒരു ബെറ്റ് വെക്കാം. ഈ ബെറ്റിൽ മായ ജയിക്കുകയാണെങ്കിൽ മായയുടെ ഈ മാസത്തെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഞാൻ അടയ്ക്കും. ഫാന്റാസ്റ്റിക്, താങ്ക് യു. അതെ, അവരോടൊന്നും ഇപ്പൊ പറയണ്ട. അതെന്താ പറഞ്ഞാല്? പറയാം. ആ ഇരിക്കുന്ന റോസേന്റെ കണ്ടോ? ആ കണ്ണാടിയോ? അതല്ല, ക്രീം കളർ സാരി. ആ മൂക്ക് നീണ്ടത് അതന്നെ. അവരുടെ കയ്യിലെ മോതിരം അവരറിയാതെ ഊരിയെടുത്തോണ്ട് വരണം. എന്നിട്ട് താഴെ കിടന്ന് കിട്ടിയാണെന്നും പറഞ്ഞ് ഞാൻ തിരികെ കൊടുത്തോളാം. അയ്യോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? പറ്റുമെന്ന് അറിഞ്ഞാ മതി. പറ്റുമെന്നോ? മോതിരം മാത്രം മതിയോ? മാല വേണോ? മാല വേണ്ട 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 വേണ്ട, മോതിരം മാത്രം മതി. ശരി, എങ്കിൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറ. ചെന്ന് മുട്ടണ്ടേ? അബ്കാരി ചാക്കോച്ചന്റെ ഭാര്യ റോസി ആന്റി, വിമൻസ് ക്ലബിലെ മെമ്പർ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഒരു മോതിരം അടിച്ചു മാറ്റാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ മതി. ദേ, വാക്ക് മാറരുത്. ഹോസ്റ്റൽ ഫീസ് ആൻഡ് മെസ് ഫീസ്. ഓക്കേ ഓക്കേ, ഫൈൻ. ഗുഡ് ലക്ക്. ഹലോ, റോസി ആന്റി അല്ലേ? ഞാൻ വന്നപ്പോ മുതൽ ശശിയിലൂടെ അന്വേഷിക്കായിരുന്നു റോസി ആന്റി വന്നില്ലേന്ന്. കുട്ടി ഏതാ? എന്താ ആന്റി ഇത് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഹലോ, ഐ ആം മായ ദേവി. ഗ്ലാഡ് ടു മീറ്റ് യു. ഹലോ. അന്ന് ശശിയിലോടൊപ്പം ക്ലബിൽ വെച്ച് പരിചയപ്പെട്ട മായ, ഓർമ്മയില്ലേ? അന്ന് ആന്റി ചോപ്പിൽ ഇങ്ങനെ ഒരു ബ്ലൂ ഡിസൈൻ ചെയ്ത സാരി ഉടുത്തിരുന്നത് ഓർമ്മയില്ലേ? അയ്യോ, അന്ന് ആ സാരി ഉടുത്തപ്പോ ആന്റിയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നോ. ഡാർക്ക് കളേഴ്സ് എനിക്ക് ഇണങ്ങുമെന്ന് പുള്ളിക്കാരനെ എപ്പോഴും പറയാറുണ്ട്. അയ്യോ, പിന്നെ സൗന്ദര്യമുള്ളവർ എന്തുടുത്താലും ഇണങ്ങാതിരിക്കും. ഞങ്ങൾ ആന്റിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, സുന്ദരി ആന്റി. പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? അത്രയ്ക്ക് സൗന്ദര്യമൊന്നും എനിക്കില്ല. അത് ആന്റിയുടെ വലിയ മനസ്സോണ്ട് പറയുന്നേ. ഇനി എന്നെ കാണുമ്പോ മറക്കരുത് കേട്ടാ. അയ്യോ, ഈ കുട്ടിയെ ഞാൻ മറക്കില്ല. അയ്യോ, ഞാനും മറക്കില്ല. അപ്പൊ ഞാൻ വരട്ടെ. ഗ്ലാഡ് ടു മീറ്റ് യു. ദേ, പിന്നെ ഇനി ആന്റി എന്നെ കാണുമ്പോ ഒരിക്കലും മറക്കരുത്. ഞാനും ആന്റിയെ മറക്കില്ല. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ, ഇത് തന്നെയല്ലേ? ഓക്കെ. കർത്താവേ, എന്റെ മോതിരം കാണുന്നില്ല. ഇതെവിടെ പോയി? എന്ത് വിലപിടിപ്പുള്ള മോതിര! ഇത്ര നേരം എന്റെ കയ്യിലുണ്ടായിരുന്നതാ. എങ്കി ഇപ്പൊ ഒന്ന് സംസാരിച്ചോളൂ, ഊരിയെടുത്ത് കാണാം. എടി, എന്റെ മോതിരം എവിടെ? എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. ശശിയില, എന്താ? എന്ത് പറ്റി? ഇവിടെ എന്റെ മോതിരം ഊരിയെടുത്തു. ഞാനത് കണ്ടുപിടിച്ചു. ഞാൻ മോഷ്ടിച്ചല്ല, എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നീ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശശിയിലെ, താൻ പറഞ്ഞിട്ടല്ലേ? ഒന്നും പറയണ്ട. നീ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് അവസാനിച്ചു. മോഡേൺ ഡ്രസ് വിട്ട് ഇങ്ങനെ ഓരോന്നിറങ്ങും മോട്ടിക്കാൻ. പോട്ടെ പോട്ടെ, സംഗതി തിരിച്ചു കിട്ടിയില്ലേ? ഞാൻ തമാശക്ക്. എടേ, മോഷണം നിനക്ക് തമാശയാണല്ലേ? ഇറങ്ങി വെളിയിൽ. സത്യത്തിൽ ഞാൻ 1.5 ലക്ഷം വില വരുന്ന വൈരമോതിരമാ. കണ്ടുപിടിച്ചപ്പോ തമാശയായി, കണ്ടില്ലെങ്കിലോ? എല്ലാവരുടെയും ആഭരണമൊക്കെ ഇല്ലെന്ന് നോക്കി കുറച്ച് കഴിഞ്ഞ് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയരുത്. കക്ഷി മുങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പരിശോധിച്ചേക്ക്.
നീതിയും നിയമവും പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിനി തന്നെ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ സർ, ഞാൻ തെറ്റുകാരിയല്ല. ഒന്നും പറയണ്ട. എല്ലാം ഞാൻ നേരി കണ്ടതല്ലേ. വിശീകരണം ഒന്നും വേണ്ട. തനിക്കിനി ഇവിടെ പഠിക്കാൻ യാതൊരു അർഹതയുമില്ല. യു മേ ഗോ. സർ, ഞാനൊന്ന് പറഞ്ഞു. ഐ സേ ഗെറ്റ് ഔട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവള് പേരും കള്ളിയാണ്. അതേപോലെ പറഞ്ഞു മന്ത്രമോതിരം, മായമോതിരം, ഇന്ദ്രജാല കല്ലുമോതിരം, ഹോസ്റ്റലിൽ ഇതിനു മുൻപും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ആളെ പിടികിട്ടിയത്. ഈ സ്ഥാപനത്തിന് പുറത്ത് നല്ല പേരാ. ഇത്തരത്തിലൊരാളെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ വിഷമമുണ്ട്. കാരണം നല്ല കുടുംബത്തിലെ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇനിയും വ്യക്തമാക്കണോ? മായേ, സാരമില്ലടോ, എനിക്ക് വിഷമമൊന്നുമില്ല. വീട്ടിലെ കാര്യം ഓർക്കുമ്പോഴാ ഞാൻ വക്കീലായി കാണണമെന്ന് ചേട്ടന് വലിയ ആഗ്രഹമായിരുന്നു. ദേ, മദർ വരുന്നു. എന്നോട് സംസാരിക്കുന്നുണ്ട്. നിനക്കിനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട. പൊയ്ക്കോ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഓർക്കണം. നിൽക്കടി അവിടെ. പ്രിൻസിപ്പൾ എല്ലാ വിവരവും അറിയിച്ചു. എനിക്ക് സന്തോഷമായി. നീ വക്കീലായി വരുന്നത് കാണാൻ കാത്തിരുന്ന ഈ ഏട്ടന്റെ മോഹം നീ സഫലമാക്കിയല്ലേ? ഞാൻ നിരപരാധിയാ. എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം അതാണ്. പഠിപ്പിക്കാൻ വിട്ടപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നാ. കിട്ടുന്നോണ്ട് എനിക്ക് മക്കൾക്കും തികയുന്നില്ല. അപ്പൊ വക്കീലാക്കണമെന്ന് ചേട്ടന്റെ മോഹം. നിവൃത്തി ഉണ്ടായിട്ടല്ല, എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കും? ബോർഡ് എഴുതിക്കാനായിരുന്നില്ലേ ധൃതി? എന്നിട്ടിപ്പോ എന്തായി? അഡ്വക്കേറ്റ് മായാദേവി. ഇനി അത് വാങ്ങി മുഖം മറിച്ച് നടക്ക്. മാസം 500 രൂപ മിച്ചം പിടിക്കുന്ന വിഷമം എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. മോഷണം മാത്രമേ ഉള്ളെന്ന് ആര് കണ്ടു? മറ്റു വല്ല തൊഴിലും കൂടി. ചേട്ടത്തി, ഇനി ഒരിക്കലും ഞാൻ ആർക്കും ഒരു ശല്യമായില്ല. എന്നാലും ചേട്ടത്തി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു.